ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ആരംഭിക്കാം. 2023 നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിച്ചതിനെ തുടർന്ന് തകർന്ന അമേരിക്കയിലെ ബാങ്ക് ഏതാണ്? സിലിക്കൺ വാലി ബാങ്ക്. 2023 നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിച്ചതിനെ തുടർന്ന് തകർന്നുപോയ അമേരിക്കയിലെ ബാങ്ക് സിലിക്കൺ വാലി ബാങ്കാണ്. 2023 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ദേശീയ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. 2023 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ദേശീയ ഐക്കണായി തിരഞ്ഞെടുക്കപ്പെട്ടത് സച്ചിൻ ടെണ്ടുൽക്കറാണ്. രാജ്യസഭയെ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം ആരാണ്? PT ഉഷ. രാജ്യസഭയെ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം എന്ന് പറഞ്ഞാൽ നാമനിർദ്ദേശം ചെയ്ത് വന്ന അംഗമാണ്. PT ഉഷയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് ആരാണ്? സുരേഖ യാദവ്. വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് സുരേഖ യാദവ്. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ്റെ പ്രഥമ ഭക്ഷ്യ ഭദ്രതാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ചെറുവയൽ രാമൻ. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ്റെ പ്രഥമ ഭക്ഷ്യ ഭദ്രതാ പുരസ്കാരത്തിന് അർഹനായത് ചെറുവയൽ രാമനാണ്. കലാ സാംസ്കാരിക സംഘടനയായ ആശ്രയം ഏർപ്പെടുത്തിയ പ്രഥമ MS സ്വാമിനാഥൻ കാർഷിക ആശ്രയം പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ചെറുവയൽ രാമൻ. കലാ സാംസ്കാരിക സംഘടനയായ ആശ്രയം ഏർപ്പെടുത്തിയ പ്രഥമ MS സ്വാമിനാഥൻ കാർഷിക ആശ്രയം പുരസ്കാരത്തിന് അർഹനായതാരാണ്? ചെറുവയൽ രാമൻ. പത്മശ്രീ ചെറുവയൽ രാമൻ്റെ ജന്മദേശം എവിടെയാണ്? വയനാട്. ചെറുവയൽ രാമൻ്റെ ജന്മദേശം വയനാടാണ്. 2023 മികച്ച കർഷകനുള്ള സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? KA റോയിമോൻ. 2023 മികച്ച കർഷകനുള്ള സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ പുരസ്കാരത്തിന് അർഹനായത് KA റോയിമോനാണ്. കവയത്രി സുഗതകുമാരിയുടെ പേരിൽ സുഗതകുമാരി സ്മൃതിവനം ഒരുങ്ങുന്ന കേരളത്തിലെ സർവകലാശാല ഏതാണ്? കേരള സർവകലാശാല. കവയത്രി സുഗതകുമാരിയുടെ പേരിൽ സുഗതകുമാരി സ്മൃതിവനം ഒരുക്കുന്ന കേരളത്തിലെ സർവകലാശാല കേരള സർവകലാശാലയാണ്. ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജലാശയങ്ങളുടെ ഡിജിറ്റൽ ഭൂപടം തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ്. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യമുദ്രയായ പച്ചക്കുതിരയ്ക്ക് രൂപകൽപ്പന നൽകിയത് ആരാണ്? രതീഷ് രവി. സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യമുദ്രയുടെ പേരെന്താണ്? പച്ചക്കുതിര. അതൊരു പുൽച്ചാടിയാണ്, പച്ച കളറിലുള്ള പുൽച്ചാടിയാണ് പച്ചക്കുതിര എന്ന് പറയുന്നത്. ഇതിന് രൂപകൽപ്പന ചെയ്തത് രതീഷ് രവിയാണ്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ്? സത്യപാൽ ശ്രീധർ. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത് സത്യപാൽ ശ്രീധറാണ്. റബ്ബർ ബോർഡുമായി സഹകരിച്ച് കേരളത്തിലെ റബ്ബർ കർഷകരെ ദത്തെടുക്കുന്ന ജാപ്പനീസ് ടയർ കമ്പനി ഏതാണ്? ബ്രിഡ്ജ് സ്റ്റോൺ. റബ്ബർ ബോർഡുമായി സഹകരിച്ച് കേരളത്തിലെ റബ്ബർ കർഷകരെ ദത്തെടുക്കുന്ന ജാപ്പനീസ് ടയർ കമ്പനിയാണ് ബ്രിഡ്ജ് സ്റ്റോൺ. 2023 നടന്ന 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം എന്തായിരുന്നു? വള്ളം തുഴയുന്ന കുട്ടിയാന. 2023 നടന്ന 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴയുന്ന കുട്ടിയാനയാണ്. 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ ആരാണ്? വിയ്യപുരം ചുണ്ടനാണ്. 2023 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയ്യപുരം ചുണ്ടനാണ്. നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചത് ഏത് വർഷമാണ്? 1952 ആദ്യമായി നെഹ്റു ട്രോഫി നേടിയ ചുണ്ടൻ ഏതാണ്? നടുഭാഗം ചുണ്ടനാണ്. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല ഏതാണ്? കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, അതായത് കുസാറ്റ്. വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല കുസാറ്റാണ്. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ് കുസാറ്റ്. ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ ഉത്തരവ് ലഭ്യമാക്കുന്ന ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. ഇന്ത്യയിൽ ആദ്യമായി പ്രാദേശിക ഭാഷയിൽ ഉത്തരവ് ലഭ്യമാക്കുന്ന ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്.
കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ സർവകലാശാല ആകുന്നത് ഏത് സർവകലാശാലയാണ്? കേരള സർവകലാശാലയാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ സൗരോർജ്ജ സർവകലാശാല ആകുന്നത് കേരള സർവകലാശാലയാണ്. 2023 കന്നഡ രാജ്യോത്സവ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരാണ്? ഡോക്ടർ എസ് സോമനാഥ്. ISROയുടെ ചെയർമാനായ ഡോക്ടർ എസ് സോമനാഥിനാണ് 2023 കന്നഡ രാജ്യോത്സവ പുരസ്കാരം ലഭിച്ചത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത്. കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഇടമലക്കുടി. ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടി. ഈ പഞ്ചായത്തിൻ്റെ പ്രത്യേകത എന്താണ്? കേരളത്തിലെ ആദിവാസി പഞ്ചായത്താണ്, ട്രൈബൽ പഞ്ചായത്താണ് ഇടമലക്കുടി. കേരളത്തിലെ ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് ഈ ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിലാണ്. ആരോഗ്യരംഗത്തെ മികവിന് ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം ഏതാണ്? കാസർഗോഡ് ജില്ലയിലെ ബെള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രം. ആരോഗ്യരംഗത്തെ മികവിന് ദേശീയ അംഗീകാരം ലഭിച്ച കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം കാസർഗോഡ് ജില്ലയിലെ ബെള്ളൂർ കുടുംബാരോഗ്യ കേന്ദ്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത് എവിടെയാണ്? വാഗമൺ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത് വാഗമണ്ണിലാണ്. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? പാളയം. തിരുവനന്തപുരത്തെ പാളയത്താണ് കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വന്നത്. 2023 നടന്ന ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ആരാണ്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ഇന്ത്യയാണ്. 2023 നടന്ന ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഓസ്ട്രേലിയയാണ് ജേതാക്കൾ, പരാജയപ്പെടുത്തിയത് ഇന്ത്യയാണ്. 2023 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ മത്സരം നടന്ന സ്റ്റേഡിയം ഏതാണ്? അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം. 2023 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ നടന്നത് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചാണ്. 2023 അർജുന പുരസ്കാരം ലഭിച്ച ക്രിക്കറ്റ് താരം ആരാണ്? മുഹമ്മദ് സമി. 2023 അർജുന പുരസ്കാരം ലഭിച്ച ക്രിക്കറ്റ് താരം മുഹമ്മദ് സമിയാണ്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ മലയാളി താരം ആരാണ്? എം ശ്രീശങ്കർ. 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ മലയാളി താരം എം ശ്രീശങ്കറാണ്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ച മലയാളി ഹോക്കി താരം ആരാണ്? PR ശ്രീജേഷ്. 2023 ഏഷ്യൻ ഗെയിംസിൽ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ച മലയാളി ഹോക്കി താരം PR ശ്രീജേഷാണ്. 2023 ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 4ാമത്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ, ഇത് 2022 നടക്കേണ്ട ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു, അതാണ് 2023 നടന്നത്. ഈ ഏഷ്യൻ ഗെയിംസ് തന്നെയാണ് ഏഷ്യൻ ഗെയിംസ് 2022 അറിയപ്പെടുന്നത്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഏഷ്യൻ ഗെയിംസ് 2022 മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് ചോദിച്ചാൽ അത് ഇത് തന്നെയാണ്, 4ാം സ്ഥാനം തന്നെയാണ്. അത് ശ്രദ്ധയിൽ വെക്കുക. അപ്പോൾ 28 സ്വർണവും 38 വെള്ളിയും 41 വെങ്കലവും നേടിയാണ് ഇന്ത്യ 2023 നടന്ന ഏഷ്യൻ ഗെയിംസ് 2022. അങ്ങനെയാണിത് പറയുന്നത്. അതിൽ മെഡൽ പട്ടികയിൽ 4ാം സ്ഥാനത്ത് എത്തിയത്. 2023 നടന്ന ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 800 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ നേടിയ മലയാളി ആരാണ്? മുഹമ്മദ് അഫ്സൽ. 2023 ഏഷ്യൻ ഗെയിംസിൽ പുരുഷന്മാരുടെ 800 മീറ്റർ ഓട്ടത്തിൽ വെള്ളി മെഡൽ നേടിയത് മുഹമ്മദ് അഫ്സൽ എന്ന മലയാളിയാണ്. 2023 ഏഷ്യൻ ഗെയിംസിൽ ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസിൽ വെങ്കലം നേടിയ മലയാളി ആരാണ്? HS പ്രണോയ്. 2023 ഏഷ്യൻ ഗെയിംസിൽ ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസിൽ വെങ്കലം നേടിയ മലയാളി HS പ്രണോയാണ്. ഏഷ്യൻ ഗെയിംസ് ഗോൾഫ് ചരിത്രത്തിൽ ഇന്ത്യക്കായി മെഡൽ നേടുന്ന ആദ്യ വനിതാ താരം ആരാണ്? അദിതി അശോക്. ഏഷ്യൻ ഗെയിംസ് ഗോൾഫ് ചരിത്രത്തിൽ ഇന്ത്യക്കായി മെഡൽ നേടുന്ന ആദ്യ വനിതാ താരം അദിതി അശോകാണ്. 2023 65ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി എവിടെയാണ്? കുന്നംകുളം. തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളത്താണ് 2023 65ാമത് സംസ്ഥാന സ്കൂൾ കായികമേള നടന്നത്. ഇതിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് പാലക്കാട് ജില്ലയാണ്. 2022 64ാമത് സംസ്ഥാന സ്കൂൾ കായികമേള നടന്നത് തിരുവനന്തപുരത്താണ്. ഇതിൽ കിരീടം നേടിയത് പാലക്കാടുമാണ്.
പാലക്കാടാണ് തുടർച്ചയായി 3 വർഷമായി കായികമേളയിൽ കിരീടം നേടിക്കൊണ്ടിരിക്കുന്നത്. 2022 64ാമത് സംസ്ഥാന സ്കൂൾ കായികമേള നടന്ന എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയത് പാലക്കാടാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വെച്ച് ചിത്രീകരിച്ച ആദ്യ സിനിമ ഏതാണ്? ദി ചലഞ്ച്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വെച്ച് ചിത്രീകരിച്ച ആദ്യ സിനിമ ദി ചലഞ്ചാണ്. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ 15ാമത് ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് ഏത് സിനിമയാണ്? നൻപകൽ നേരത്ത് മയക്കം. വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ 15ാമത് ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തത് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയാണ്. സംവിധാനം ലിജോ ജോസ് പെല്ലിശ്ശേരി. 2024 ഓസ്കാർ അവാർഡിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ ഏതാണ്? 2018 എവരിവൺ ഈസ് എ ഹീറോ. 2024 ഓസ്കാർ അവാർഡിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ 2018 എവരിവൺ ഈസ് എ ഹീറോ എന്ന സിനിമയാണ്. വിമുക്തി മിഷൻ്റെ ഭാഗമായി എക്സൈസ് വകുപ്പ് പ്രൈമറി സ്കൂൾ തലത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ബാല്യം അമൂല്യം. വിമുക്തി മിഷൻ്റെ ഭാഗമായി എക്സൈസ് വകുപ്പ് പ്രൈമറി സ്കൂൾ തലത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബാല്യം അമൂല്യം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്ന പദ്ധതിയായ കെ സ്മാർട്ടിൻ്റെ മുദ്രാവാക്യം എന്താണ്? സന്തോഷവാന്മാരായ പൗരന്മാരും ജീവനക്കാരും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നൽകുന്നതിനായി ഈ ജനുവരി 1 2024 ജനുവരി 1 ആരംഭിച്ചൊരു മൊബൈൽ ആപ്ലിക്കേഷനാണ് കെ സ്മാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുദ്രാവാക്യമാണ് സന്തോഷവാന്മാരായ പൗരന്മാരും ജീവനക്കാരും എന്നത്. 2023 42ാമത് ആസിയാൻ ഉച്ചകോടിക്ക് വേദിയായത് ഇന്തോനേഷ്യയാണ്. 2023 42ാമത് ആസിയാൻ ഉച്ചകോടി നടന്ന എവിടെയാണ്? ഇന്തോനേഷ്യയിൽ. 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. 2023 15ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സംബന്ധിച്ച ആദ്യ ആഗോള ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ബ്രിട്ടനാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സംബന്ധിച്ച ആദ്യ ആഗോള ഉച്ചകോടിക്ക് വേദിയായ രാജ്യം ബ്രിട്ടനാണ്. 2023 ആഗോള ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടിക്ക് വേദിയായത് കുമരകമാണ്. 2023 ആഗോള ഉത്തരവാദിത്ത ടൂറിസം ഉച്ചകോടിക്ക് വേദിയായത് കുമരകമാണ്. 2023 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ചൈനയിലെ ഹാങ്ഷൗവിലാണ് 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത്. ചൈനയിലെ ഹാങ്ഷൗ. 2023 നടന്ന 37ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി എവിടെയാണ്? ഗോവ. 2023 നടന്ന 37ാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഗോവയാണ്. ഇതിൻ്റെ ഭാഗ്യചിഹ്നം മോഗ എന്ന കാട്ടുപോത്തായിരുന്നു. 2023 ദേശീയ യോഗ ഒളിമ്പ്യാഡിന് വേദിയായത് മധ്യപ്രദേശിലെ ഭോപ്പാലാണ്. 2023 ദേശീയ യോഗ ഒളിമ്പ്യാഡിന് വേദിയായത് ഭോപ്പാൽ, മധ്യപ്രദേശ്. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന് നൽകിയ പുതിയ പേരെന്താണ്? അമൃത് ഉദ്യാൻ. രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡന് നൽകിയ പുതിയ പേര് അമൃത് ഉദ്യാൻ എന്നാണ്. ഭാരതീയ വ്യോമസേന കേരള സർക്കാരിൻ്റെ ഏകോപനത്തോടെ നടത്തിയ വ്യോമ അഭ്യാസത്തിൻ്റെ പേരെന്താണ്? സൂര്യകിരൺ. ഭാരതീയ വ്യോമസേന കേരള സർക്കാരിൻ്റെ ഏകോപനത്തോടെ നടത്തിയ വ്യോമാഭ്യാസമാണ് സൂര്യകിരൺ. 2023 ജൂണിൽ അറബിക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ്? ബിബോർ ജോയ്. 2023 ജൂണിൽ അറബിക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ബിബോർ ജോയ്. ഇതിന് പേര് നൽകിയ രാജ്യം ബംഗ്ലാദേശാണ്. 2023 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം നേടിയ മലയാളി ആരാണ്? ആദിത്യ സുരേഷ്. 2023 റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചുള്ള പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാല പുരസ്കാരം നേടിയ മലയാളി ആദിത്യ സുരേഷാണ്. 2023 പ്രസിഡൻസ് കളർ പുരസ്കാരം നേടിയ ഇന്ത്യൻ നേവിയുടെ ഗണ്ണറി സ്കൂൾ ഏതാണ്? കൊച്ചിയിലെ INS ദ്രോണാചാര്യ. 2023 പ്രസിഡൻസ് കളർ പുരസ്കാരം നേടിയ ഇന്ത്യൻ നേവിയുടെ ഗണ്ണറി സ്കൂൾ കൊച്ചിയിലെ INS ദ്രോണാചാര്യയാണ്. 2023 മികച്ച പാർലമെൻറ്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാരം നേടിയ മലയാളി MP ആരാണ്? ജോൺ ബ്രിട്ടാസ്. 2023 മികച്ച പാർലമെൻറ്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാരം നേടിയ മലയാളി MP ജോൺ ബ്രിട്ടാസ് ആണ്.
വൈൽഡ് ലൈഫ് കൺസർവേഷൻ അവാർഡ് നേടുന്ന ആദ്യ ജമ്മു കാശ്മീർ വനിത ആരാണ്? ആലിയ മിർ. വൈൽഡ് ലൈഫ് കൺസർവേഷൻ അവാർഡ് നേടുന്ന ആദ്യ ജമ്മു കാശ്മീർ വനിത ആലിയ മിർ ആണ്. 2022 32ാമത് ബിഹാരി പുരസ്കാര ജേതാവ് ആരാണ്? ഡോക്ടർ മാധവ് ഹദ. 2022 32ാമത് ബിഹാരി പുരസ്കാര ജേതാവ് ഡോക്ടർ മാധവ് ഹദയാണ്. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് 2022 പ്രകാരം ഭരണ മികവിൽ ഒന്നാമതുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹരിയാന. പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് 2022 പ്രകാരം ഭരണ മികവിൽ ഒന്നാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. 2023 നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് നേടിയ മലയാളി ആരാണ്? ഗീത AR. 2023 നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് നേടിയ മലയാളി ഗീത AR ആണ്. മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗ് രത്ന പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? രത്തൻ ടാറ്റ. മഹാരാഷ്ട്രയുടെ പ്രഥമ ഉദ്യോഗ് രത്ന പുരസ്കാരത്തിന് അർഹനായത് രത്തൻ ടാറ്റയാണ്. 2021 ഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഏത് സ്ഥാപനത്തിനാണ്? ഗോരഖ്പൂരിലെ ഗീതാ പ്രസ്സിന്. 1923 ഈ ഗീതാ പ്രസ് സ്ഥാപിതമായത്. ഈ ഗീതാ പ്രസ്സിനാണ് 2021 ഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. 2022 ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചവർ ആരെല്ലാമാണ്? ധരംവീർ സിംഗ്. ഹോക്കി കളിക്കാരനാണ് ധരംവീർ സിംഗ്. BC സുരേഷ്, അദ്ദേഹത്തിൻ്റെ ഇനം കബഡിയാണ്. അശ്വിനി അക്കുൻജി, അത് അത്ലറ്റിക്സ് ആണ്. നിർ ബഹാദൂർ ഗുരുങ് പാരാ അത്ലറ്റിക്സ് ആണ്. 2022 ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചവർ ധരംവീർ സിംഗ്, BC സുരേഷ്, അശ്വിനി അക്കുൻജി, നിർ ബഹാദൂർ ഗുരുങ് എന്നിവരാണ്. 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? TP ഔസേപ്പ്, രാധാകൃഷ്ണൻ നായർ P. 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ച മലയാളികൾ TP ഔസേപ്പും രാധാകൃഷ്ണൻ നായർ Pയുമാണ്. 2022 അർജുന അവാർഡ് നേടിയ കായിക താരങ്ങൾ, അതിൽ മലയാളികൾ ആരൊക്കെയാണ്? HS പ്രണോയും എൽദോസ് പോളും. 2022 അർജുന അവാർഡ് നേടിയ മലയാളി കായിക താരങ്ങൾ HS പ്രണോയിയും എൽദോസ് പോളുമാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? എൽദോസ് പോൾ. കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ എൽദോസ് പോളാണ്. 2021 JCB സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? M മുകുന്ദൻ. M മുകുന്ദൻ്റെ JCB പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഡൽഹി ഗാഥകൾ എന്ന കൃതിക്കാണ് 2021 M മുകുന്ദന് JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2020 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത് S ഹരീഷിനാണ്. കൃതി മീശ. S ഹരീഷിന് മീശ എന്ന നോവലിനാണ് 2020 JCB സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരം ഏതാണ്? JCB പുരസ്കാരം. ഇതിൻ്റെ സമ്മാനത്തുക 25 ലക്ഷം രൂപയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള സാഹിത്യ പുരസ്കാരം JCB പുരസ്കാരമാണ്. 2021 ഓഗസ്റ്റിൽ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരത്തിന് നൽകിയ പുനർനാമകരണം എന്താണ്? മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം. അപ്പോൾ ഇന്ത്യയിലെ കായിക രംഗത്ത് നൽകുന്ന പരമോന്നത പുരസ്കാരമായിരുന്നു രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം. ഈ പുരസ്കാരം 2021 ഓഗസ്റ്റിലിൻ്റെ പേര് മാറ്റി മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം എന്നാക്കി മാറ്റി. ഇന്ത്യയിൽ കായിക താരങ്ങൾക്ക് നൽകുന്ന പരമോന്നത പുരസ്കാരം ഇപ്പോൾ ഏതാണ്? മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം. ഇതിൻ്റെ സമ്മാനത്തുക 25 ലക്ഷം രൂപയാണ്. 2023 59ാമത് മിസ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? നന്ദിനി ഗുപ്ത. രാജസ്ഥാൻകാരിയായ നന്ദിനി ഗുപ്തയാണ് 2023 59ാമത് മിസ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2022 മിസ് ഇന്ത്യ കിരീടം നേടിയതാരാണ്? സിനി സദാനന്ദ് ഷെട്ടി. കർണാടകക്കാരിയായ സിനി സദാനന്ദ് ഷെട്ടിയാണ് 2022 മിസ് ഇന്ത്യ കിരീടം നേടിയത്. 2023 പത്മശ്രീ ലഭിച്ച ചെറുവയൽ K രാമൻ
ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? കൃഷി. 2023 പത്മശ്രീ ലഭിച്ച ചെറുവയൽ കെ രാമൻ കൃഷിയിലാണ് പ്രശസ്തനായത്. 2023 പത്മശ്രീ ലഭിച്ച SRD പ്രസാദ് ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? കായിക മേഖല. 2023 പത്മശ്രീ ലഭിച്ച SRD പ്രസാദ് കായിക മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ്. സാമൂഹിക പ്രവർത്തനത്തിന് 2023 പത്മശ്രീ ലഭിച്ച മലയാളി ആരാണ്? VP അപ്പുക്കുട്ടൻ പൊതുവാൾ. സാമൂഹിക പ്രവർത്തനത്തിന് 2023 പത്മശ്രീ ലഭിച്ച മലയാളി VP അപ്പുക്കുട്ടൻ പൊതുവാളാണ്. 2023 പത്മശ്രീ ലഭിച്ച CI ഐസക് ഏത് മേഖലയിലാണ് പ്രശസ്തനായത്? സാഹിത്യം, വിദ്യാഭ്യാസം. 2023 പത്മശ്രീ ലഭിച്ച CI ഐസക് സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തിയാണ്. 2023 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ഏത് സിനിമയാണ്? സൗദി വെള്ളക്ക. 2023 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് സൗദി വെള്ളക്ക എന്ന സിനിമയാണ്. ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചത് തരുൺ മൂർത്തിയാണ്. മംഗൾയാൻ പദ്ധതി പ്രമേയമാക്കി സംസ്കൃത ഭാഷയിലെടുത്ത സിനിമ ഏതാണ്? യാനം. മംഗൾയാൻ പദ്ധതി പ്രമേയമാക്കി സംസ്കൃത ഭാഷയിൽ എടുത്ത സിനിമയാണ് യാനം. 53ാമത് IFFIയിൽ പ്രദർശിപ്പിച്ച സംസ്കൃത ഭാഷയിലുള്ള ലോകത്തിലെ ആദ്യ സയൻസ് ചിത്രം ഏതാണ്? യാനം. 53ാമത് IFFIയിൽ പ്രദർശിപ്പിച്ച സംസ്കൃത ഭാഷയിലുള്ള ലോകത്തിലെ ആദ്യ സയൻസ് ചിത്രം യാനമാണ്. 2023 ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രമായത് ഏതാണ്? എവരിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്ന സിനിമയാണ്. ഈ സിനിമയ്ക്ക് 7ഓളം പുരസ്കാരങ്ങളാണ് 2023 ഓസ്കാറിൽ ലഭിച്ചത്. സിനിമയുടെ പേര് എവരിത്തിങ് എവരിവെയർ ഓൾ അറ്റ് വൺസ് എന്നാണ്. 2023 ഓസ്കാർ പുരസ്കാരം എത്രാമത്തെ ഓസ്കാർ പുരസ്കാരമായിരുന്നു? 95ാമത്തെ. 2023 ഓസ്കാർ പുരസ്കാരം 95ാമത്തെ ഓസ്കാർ പുരസ്കാരമായിരുന്നു. 2023 ഓസ്കാർ അവാർഡ് ദാന ചടങ്ങിൽ അവതാരകയായ ഇന്ത്യൻ സിനിമാ നടി ആരാണ്? ദീപിക പദുക്കോൺ. 2023 ഓസ്കാർ അവാർഡ് ദാന ചടങ്ങിൽ അവതാരകയായ ഇന്ത്യൻ ചലച്ചിത്ര നടി ദീപിക പദുക്കോൺ ആണ്. 2023 95ാമത് ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏത് സിനിമയായിരുന്നു? ചെല്ലോ ഷോ. ഗുജറാത്തി ഭാഷയിലുള്ള സിനിമയാണ് ചെല്ലോ ഷോ. ഈ സിനിമയാണ് 2023 95ാമത് ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ സിനിമ. 2023 ഓസ്കാർ പുരസ്കാരം നേടിയ ദ എലിഫൻ്റ് വിസ്പറേഴ്സ് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെട്ടത്? ബെസ്റ്റ് ഡോക്യുമെൻ്ററി ഷോർട്ട് സബ്ജക്റ്റ്, അതായത് ഭാഷാ ഹ്രസ്വ ഡോക്യുമെൻ്ററി വിഭാഗത്തിലാണ് ഈ ദ എലിഫൻ്റ് വിസ്പറേഴ്സ് എന്ന ഡോക്യുമെൻ്ററി ഉൾപ്പെട്ടത്. അതിന് പുരസ്കാരം ലഭിച്ചത്. ഇപ്പോൾ 2023 ഓസ്കാർ പുരസ്കാരം നേടിയ ദ എലിഫൻ്റ് വിസ്പറേഴ്സ് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെട്ടത്? ബെസ്റ്റ് ഡോക്യുമെൻ്ററി ഷോർട്ട് സബ്ജക്റ്റിലാണ്, അതായത് ഭാഷാ ഹ്രസ്വ ഡോക്യുമെൻ്ററിയിലാണ് ഉൾപ്പെട്ടത്. ദ എലിഫൻ്റ് വിസ്പറേഴ്സ് എന്ന ഭാഷാ ഹ്രസ്വ ഡോക്യുമെൻ്ററിയുടെ സംവിധായിക ആരാണ്? കാർത്തികി ഗോൺസാൽവസ്. ദ എലിഫൻ്റ് വിസ്പറേഴ്സ് എന്ന ഭാഷാ ഹ്രസ്വ ഡോക്യുമെൻ്ററിയുടെ സംവിധായിക ആരാണ്? കാർത്തികിയാണ് കേട്ടോ, കാർത്തികി ഗോൺസാൽവസ്. ദ എലിഫൻ്റ് വിസ്പറേഴ്സ് ഏത് ഭാഷയിലുള്ള ഹ്രസ്വ ഡോക്യുമെൻ്ററിയാണ്? തമിഴിൽ എടുത്തൊരു ഹ്രസ്വ ഡോക്യുമെൻ്ററിയാണ് ദ എലിഫൻ്റ് വിസ്പറേഴ്സ്. 95ാമത് ഓസ്കാറിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ്ങായി തിരഞ്ഞെടുത്ത ഏതാണ്? RRR സിനിമയിലെ നാട്ടു നാട്ടു എന്ന ഗാനം. ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് MM കീരവാണിയാണ്. 95ാമത് ഓസ്കാറിൽ ബെസ്റ്റ് ഒറിജിനൽ സോങ്ങായി തിരഞ്ഞെടുത്തത് RRR സിനിമയിലെ നാട്ടു നാട്ടു എന്ന ഗാനമാണ്. ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് MM കീരവാണിയാണ്. മലയാള ഭാഷയ്ക്കുള്ള 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ജോർജ് ഓണക്കൂറിനാണ്. കൃതി ഹൃദയരാഗങ്ങൾ. മലയാള ഭാഷയ്ക്കുള്ള 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ജോർജ് ഓണക്കൂറിനാണ്. കൃതി ഹൃദയരാഗങ്ങൾ. പശ്ചിമഘട്ടത്തിൽ അടുത്തിടെ കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തി ഏതാണ്? തിയാനിയ ഇൻഡിക്ക. പശ്ചിമഘട്ടത്തിൽ അടുത്തിടെ കണ്ടെത്തിയ പുതിയ ഇനം ചിലന്തിയാണ് തിയാനിയ ഇൻഡിക്ക. റഫാൽ യുദ്ധവിമാനം പറത്തുന്നതിനായി നിയമിക്കപ്പെട്ട ആദ്യ വനിത ആരാണ്?
ശിവാംഗി സിംഗ്. റഫാൽ യുദ്ധവിമാനം പറത്തുന്നതിനായി നിയമിക്കപ്പെട്ട ആദ്യ വനിത ശിവാംഗി സിംഗ് ആണ്. 2024 എല്ലാ ഗ്രാമീണ കുടുംബങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ജൽജീവൻ മിഷൻ. 2024 എല്ലാ ഗ്രാമീണ കുടുംബങ്ങളിലും കുടിവെള്ളം എത്തിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ജൽജീവൻ മിഷനാണ്. അങ്കണവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം പാലും മുട്ടയും നൽകുന്ന പദ്ധതി ഏതാണ്? പോഷകബാല്യം. അങ്കണവാടി കുട്ടികൾക്ക് ആഴ്ചയിൽ 2 ദിവസം പാലും മുട്ടയും നൽകുന്ന പദ്ധതി പോഷകബാല്യം എന്ന പദ്ധതിയാണ്. പൗരധ്വനി പദ്ധതി ഏത് മിഷൻ്റെ സാമൂഹ്യ വിദ്യാഭ്യാസ പദ്ധതിയാണ്? സാക്ഷരതാ മിഷൻ. സാക്ഷരതാ മിഷൻ്റെ സാമൂഹ്യ വിദ്യാഭ്യാസ പദ്ധതിയാണ് പൗരധ്വനി പദ്ധതി. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് താമസ സ്ഥലത്ത് നിന്നും സ്കൂളിൽ പോയി വരാൻ സൗകര്യമൊരുക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ഗോത്രസാരഥി. ഈ ഗോത്രസാരഥി പദ്ധതിയുടെ പുതിയ പേരെന്താണ്? വിദ്യാവാഹിനി എന്നാണ്. പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് അവരുടെ താമസ സ്ഥലത്ത് നിന്നും സ്കൂളിൽ പോയി വരാൻ സൗകര്യമൊരുക്കുന്ന ഗോത്രസാരഥി എന്ന പദ്ധതിയുടെ പുതിയ പേരാണ് വിദ്യാവാഹിനി പദ്ധതി. 2024 ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ്? ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസ്. 2024 ഒളിമ്പിക്സിൻ്റെ വേദി ഫ്രാൻസിൻ്റെ തലസ്ഥാനമായ പാരീസാണ്. 2028 ഒളിമ്പിക്സിൻ്റെ വേദി എവിടെയാണ്? ലോസ് ഏഞ്ചൽസ്. US ലോസ് ഏഞ്ചൽസിൽ വെച്ചാണ് 2028 ഒളിമ്പിക്സ് നടക്കുന്നത്. 2032 ഒളിമ്പിക്സിൻ്റെ വേദി ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനാണ്. 2032 ഒളിമ്പിക്സ് വേദി ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനാണ്. 2023 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ് ആരാണ്? നൊവാക് ജോക്കോവിച്ച്. 2023 ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം ജേതാവ് നൊവാക് ജോക്കോവിച്ച് ആണ്. 2023 ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ഇഗ സ്വിടെക് ആണ്. 2023 ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് ഇഗ സ്വിടെക് ആണ്. ലോക ജനസംഖ്യ 8 ബില്യൺ തികച്ചുകൊണ്ട് ജനിച്ച കുഞ്ഞിൻ്റെ പേരെന്താണ്? വിനീസ് മബൻസാഗ്. ലോക ജനസംഖ്യ 8 ബില്യൺ തികച്ചുകൊണ്ട് ജനിച്ച കുഞ്ഞിൻ്റെ പേര് വിനീസ് മബൻസാഗ് എന്നാണ്. മൈക്കിൾ ജാക്സന്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമയുടെ പേരെന്താണ്? മൈക്കിൾ. മൈക്കിൾ ജാക്സന്റെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമയാണ് മൈക്കിൾ. ഇന്ത്യയുമായി അടുത്തിടെ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ട രാജ്യം ഏതാണ്? ഓസ്ട്രേലിയ. ഇന്ത്യയുമായി അടുത്തിടെ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ട രാജ്യം ഓസ്ട്രേലിയയാണ്. 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സുഭാഷ് ചന്ദ്രൻ. 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. കൃതി സമുദ്രശില എന്ന കൃതിക്കാണ് സുഭാഷ് ചന്ദ്രൻ 2023 അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചത്. 2023 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ്. 2023 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്. മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിയ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? വിൻഡോസ് 11. മൈക്രോസോഫ്റ്റ് പുറത്തിറക്കിയ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് 11. 2021 ഓഗസ്റ്റിൽ ക്രയോജനിക് സ്റ്റേജിൻ്റെ തകരാറ് മൂലം പരാജയപ്പെട്ട ISROയുടെ മിഷൻ ഏതാണ്? EOS 03 മിഷൻ. 2021 ഓഗസ്റ്റിൽ ക്രയോജനിക് സ്റ്റേജിലെ തകരാർ മൂലം പരാജയപ്പെട്ട ISROയുടെ മിഷനാണ് EOS 03 മിഷൻ. വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റ മലയാളി ആരാണ്? ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായർ. VSSC അതായത് വിക്രം സാരാഭായി സ്പേസ് സെൻറ്ററിൻ്റെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റ മലയാളി ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ്. 2023 35ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയായ ജില്ല ഏതാണ്? ഇടുക്കി. 2023 35ാമത് കേരള ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയായ ജില്ല ഇടുക്കിയാണ്. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിന് രക്ഷിതാക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? വിദ്യാവാഹൻ. സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി രക്ഷിതാക്കൾക്കായി മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് വിദ്യാവാഹൻ. APJ അബ്ദുൽ കലാമിൻ്റെ പേരിൽ നാമകരണം ചെയ്ത വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കുറ്റിച്ചെടി ഏതാണ്? യൂജീനിയ കലാമി. APJ അബ്ദുൽ കലാമിൻ്റെ പേരിൽ നാമകരണം ചെയ്ത വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം കുറ്റിച്ചെടിയാണ് യൂജീനിയ കലാമി.
2022 കൊച്ചിയിൽ നിന്നും 14 രാജ്യങ്ങളിലേക്ക് പര്യടനത്തിനായി പുറപ്പെട്ട ഇന്ത്യൻ നാവികസേന പായ്ക്കപ്പലിൻ്റെ പേരെന്താണ്? INS തരങ്കിണി. 2022 കൊച്ചിയിൽ നിന്നും 14 രാജ്യങ്ങളിലേക്ക് പര്യടനത്തിനായി പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പലാണ് INS തരങ്കിണി. ഈ INS തരങ്കിണിയിൽ 14 രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ആ ദൗത്യത്തിന് നൽകിയ പേരെന്താണ്? ലോകയാൻ 2022. INS തരങ്കിണിയിൽ 14 രാജ്യങ്ങളിൽ പോകുന്ന ആ ദൗത്യത്തിന് നൽകിയ പേര് ലോകയാൻ 2022 എന്നാണ്. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ സെയിൽ ട്രെയിനിങ് കപ്പൽ ഏതാണ്? INS തരങ്കിണി. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ സെയിൽ ട്രെയിനിങ് കപ്പലാണ് INS തരങ്കിണി. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി ആരാണ്? എൽദോസ് പോൾ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളി എൽദോസ് പോളാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടെയാണ് എൽദോസ് പോൾ. കോമൺവെൽത്ത് ഗെയിംസിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാരാണ്? എൽദോസ് പോളാണ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ മലയാളി ആരാണ്? എൽദോസ് പോൾ. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടുന്ന ആദ്യ മലയാളിയാണ് എൽദോസ് പോൾ. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ ബാഡ്മിൻ്റൺ സിംഗിൾസ് കിരീടം നേടിയതാരാണ്? PV സിന്ധു. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ ബാഡ്മിൻ്റൺ സിംഗിൾസ് കിരീടം നേടിയത് PV സിന്ധു ആണ്. ടോക്കിയോ ഒളിമ്പിക്സ് 2022 ബാഡ്മിൻ്റൺ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ആരാണ്? ഡോക്ടർ ഫൈൻ ഡി ദത്തൻ. ടോക്കിയോ ഒളിമ്പിക്സ് 2022 ബാഡ്മിൻ്റൺ മത്സരങ്ങൾ നിയന്ത്രിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ഡോക്ടർ ഫൈൻ ഡി ദത്തനാണ്. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ രാജ്യം ഇന്ത്യയാണ്. എന്നാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഇന്ത്യക്ക് ഒരു മെഡൽ കിട്ടുന്നത്. അത് വെങ്കല മെഡലായിരുന്നു. 16ാമത് പാരാലിമ്പിക്സ് 2020 വേദി എവിടെയാണ്? ടോക്കിയോ ആണ്. 16ാമത് പാരാലിമ്പിക്സ് 2020 വേദി ടോക്കിയോ ആണ്. ഈ ഒളിമ്പിക്സിന് ശേഷമാണ് പാരാലിമ്പിക്സ് നടക്കുന്നത്. അപ്പോൾ ഒളിമ്പിക്സിൻ്റെ വേദി തന്നെ ആയിരിക്കും എപ്പോഴും പാരാലിമ്പിക്സിൻ്റെയും വേദി. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യമാണ്. ഒളിമ്പിക്സിൻ്റെ വേദി പഠിച്ചാൽ അത് തന്നെ ആയിരിക്കും പാരാലിമ്പിക്സിൻ്റെയും വേദി. പാരാലിമ്പിക്സ് 2020 മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 24ാമത്. പാരാലിമ്പിക്സ് 2020 മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 24ാമതാണ്. 2024 പാരാലിമ്പിക്സിൻ്റെ വേദി എവിടെയാണ്? പാരീസാണ്. അങ്ങനെയെങ്കിൽ 2024 നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിൻ്റെ വേദി എവിടെ ആയിരിക്കും? അതും പാരീസ് തന്നെയാണ്. പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? അവനി ലേഖര. പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരി അവനി ലേഖരയാണ്. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ ജൂറി ചെയർമാൻ ആരായിരുന്നു? ഗൗതം ഘോഷ്. 53ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ ജൂറി ചെയർമാൻ ഗൗതം ഘോഷ് ആയിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ദിവ്യ എസ് അയ്യർ. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യരാണ്. 2023 സ്ഥാപിക്കപ്പെട്ട ഹിരോഷിമയിലെ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദി. 2023 സ്ഥാപിക്കപ്പെട്ട ഹിരോഷിമയിലെ ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്തത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഓസ്ട്രേലിയയിലെ ഹാരിസ് പാർക്കിൻ്റെ പുതിയ പേരെന്താണ്? ലിറ്റിൽ ഇന്ത്യ. ഓസ്ട്രേലിയയിലെ ഹാരിസ് പാർക്കിന് നൽകിയ പുതിയ പേര് ലിറ്റിൽ ഇന്ത്യ എന്നാണ്. ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനത്തിൻ്റെ നൽകിയ പേരെന്താണ്? നുസാന്തര. ഇന്തോനേഷ്യയുടെ പഴയ തലസ്ഥാനം നിങ്ങൾക്കറിയാം, ജക്കാർത്തയാണ്. ഇന്തോനേഷ്യയുടെ പുതിയ തലസ്ഥാനത്തിന് നൽകിയ പേര് നുസാന്തര എന്നാണ്. 2021 പതാകയുടെ നിറത്തിൽ മാറ്റം വരുത്തിയ രാജ്യം ഏതാണ്? ഫ്രാൻസാണ്. 2021 പതാകയുടെ നിറത്തിൽ മാറ്റം വരുത്തിയ രാജ്യം ഫ്രാൻസാണ്. 2021 ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റിൻ്റെ പേരെന്താണ്? ഗുലാബ്. 2021 ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് ഗുലാബ്. ഗുലാബ് ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം ഏതാണ്?
പാകിസ്ഥാൻ. ഗുലാബ് ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയ രാജ്യം പാകിസ്ഥാനാണ്. പ്രഥമ ഗോവ എൻവിയോൺമെൻറ്റ് ഫിലിം ഫെസ്റ്റിവലിലെ ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു? ദ എലിഫൻ്റ് വിസ്പറേഴ്സ്. പ്രഥമ ഗോവ എൻവിയോൺമെൻറ്റ് ഫിലിം ഫെസ്റ്റിവലിലെ ഉദ്ഘാടന ചിത്രം ദ എലിഫൻ്റ് വിസ്പറേഴ്സ് എന്ന ഡോക്യുമെൻ്ററി ചിത്രം, ഹ്രസ്വ ഡോക്യുമെൻ്ററിയാണ് ദി എലിഫൻ്റ് വിസ്പറേഴ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ്? 2023 ഓസ്കാർ പുരസ്കാരത്തിൽ ഷോർട്ട് ഡോക്യുമെൻ്ററി വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ദ എലിഫൻ്റ് വിസ്പറേഴ്സ് എന്ന ഡോക്യുമെൻ്ററിക്കാണ്. എമർജൻസി എന്ന സിനിമ ആരുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമയാണ്? ഇന്ദിരാഗാന്ധിയുടെ ജീവിതം പ്രമേയമാക്കി പുറത്തിറങ്ങുന്ന സിനിമയുടെ പേരെന്താണ്? എമർജൻസി. ഇന്ത്യയിൽ ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ച ആദ്യ ഗീർ പശു ഏതാണ്? ഗംഗ. ഇന്ത്യയിൽ ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ച ആദ്യ ഗീർ പശു ഗംഗയാണ്. ബേപ്പൂരിൽ സ്ഥാപിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകമാണ് ആകാശമിട്ടായി. ബേപ്പൂരിൽ സ്ഥാപിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകത്തിൻ്റെ പേരെന്താണ്? ആകാശമിട്ടായി. കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീയണയ്ക്കാൻ നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ സേഫ് ബ്രീത്ത്. കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീയണയ്ക്കാൻ നടത്തിയ ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ സേഫ് ബ്രീത്ത് എന്നാണ്. ധീരതയ്ക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥ ആരാണ്? ദീപിക മിശ്ര. ധീരതയ്ക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ വ്യോമസേന ഉദ്യോഗസ്ഥ ദീപിക മിശ്രയാണ്. 2021 ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ച മലയാളി ബോക്സിംഗ് താരം ആരാണ്? ലേഖ കെ.സി. 2021 ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ച മുൻ ബോക്സിംഗ് താരം, മലയാളി ബോക്സിംഗ് താരമാണ് ലേഖ കെ.സി. 2022 മിസ് ഇന്ത്യ തെരഞ്ഞെടുപ്പിൽ വിധികർത്താക്കളിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? മിതാലി രാജ്. 2022 മിസ് ഇന്ത്യ തെരഞ്ഞെടുപ്പിൽ വിധികർത്താക്കളിൽ ഉൾപ്പെട്ട ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം മിതാലി രാജാണ്. ആൻഡമാനിൽ നടന്ന ദേശീയ സ്കൂൾ ഫുട്ബോൾ അണ്ടർ-17 ചാമ്പ്യൻഷിപ്പ് ജേതാക്കളാരാണ്? കേരളമാണ്. ഫൈനലിൽ ലക്ഷദ്വീപിനെയാണ് കേരളം പരാജയപ്പെടുത്തിയത്. ആൻഡമാനിൽ നടന്ന ദേശീയ സ്കൂൾ ഫുട്ബോൾ അണ്ടർ-17 ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ കേരളമാണ്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവൽ ജാപ്പനീസ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഒരു എഴുത്തുകാരിയുണ്ട്. അവർ 2024 അന്തരിച്ചത്. പേരെന്താണ് അവരുടെ? തക്കാക്കോ മുല്ലൂർ. 2024 അന്തരിച്ച തക്കാക്കോ മുല്ലൂർ അവർ തകഴി ശിവശങ്കരപ്പിള്ളയുടെ നോവൽ ജാപ്പനീസ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസ് വേൾഡ് എക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ടസ് എന്ന സാമ്പത്തിക റിപ്പോർട്ട് പ്രകാരം 2024 പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എത്രയാണ്? 6.2%. യുണൈറ്റഡ് നേഷൻസ് വേൾഡ് എക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ടസ് എന്ന സാമ്പത്തിക റിപ്പോർട്ട് പ്രകാരം 2024 പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച 6.2%. ബ്ലൂംബെർഗിൻ്റെ ആഗോള കോടീശ്വര പട്ടികയിലെ പുതിയ കണക്ക് പ്രകാരം ഏഷ്യയിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയതാരാണ്? ഗൗതം അദാനി. ബ്ലൂംബെർഗിൻ്റെ ആഗോള കോടീശ്വര പട്ടികയിലെ പുതിയ കണക്ക് പ്രകാരം ഏഷ്യയിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ഗൗതം അദാനിയാണ്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? എസ് ജയശങ്കർ. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എസ് ജയശങ്കറാണ്. 2024 ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ്? ഡെസേർട്ട് സൈക്ലോൺ. 2024 ജനുവരിയിൽ രാജസ്ഥാനിലെ മഹാജനിൽ നടക്കുന്ന ഇന്ത്യ UAE സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര് ഡെസേർട്ട് സൈക്ലോൺ എന്നാണ്. 1000 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ തിരഞ്ഞെടുത്ത് 4 വർഷം കൊണ്ട് അവ ഓരോന്നിൻ്റെയും ശരാശരി വിറ്റുവരവ് 100 കോടിയിലെത്തിക്കുന്നതിനുള്ള സംസ്ഥാന വ്യാവസായിക വാണിജ്യ വകുപ്പിൻ്റെ പദ്ധതിയുടെ പേരെന്താണ്? മിഷൻ 1000. പ്രമുഖ പത്രപ്രവർത്തകൻ എൻ രാമേന്ദ്രൻ്റെ സ്മരണാർത്ഥം രൂപീകരിച്ച എൻ രാമേന്ദ്രൻ ഫൗണ്ടേഷൻ്റെ പൊതുപ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡിന് അർഹനായതാരാണ്? ഡോക്ടർ ശശി തരൂരാണ്. എൻ രാമേന്ദ്രൻ ഫൗണ്ടേഷൻ്റെ പൊതുപ്രവർത്തനത്തിനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആർക്കാണ്? ശശി തരൂരിനാണ്. ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ സിനിമയുടെ പേരെന്താണ്? ദബാരി കുരുവി.
ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ സിനിമ ദബാരി കുരുവി എന്ന സിനിമയാണ്. പ്രിയനന്ദൻ സംവിധാനം ചെയ്ത സിനിമ പൂർണ്ണമായും ഇരുള ഭാഷയിലാണ് ഒരുക്കിയിട്ടുള്ളത്. ഇരുള ഭാഷ എന്ന് പറയുന്നതാണ് ആദിവാസി ഭാഷയാണ്. അപ്പോൾ ഇരുള ഭാഷയിൽ ഒരുക്കിയ ദബാരി കുരുവിയാണ് ആദിവാസികൾ മാത്രം അഭിനയിച്ച ലോകത്തിലെ ആദ്യ സിനിമ. കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ വിതരണം ആരംഭിച്ച സംസ്ഥാന ജലവിഭവ വകുപ്പിന് കീഴിലുള്ള കുപ്പിവെള്ള ബ്രാൻഡിൻ്റെ പേരെന്താണ്? ഹില്ലി അക്വ. കേരളത്തിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിൽ വിതരണം ആരംഭിച്ച സംസ്ഥാന ജലവിഭവ വകുപ്പിന് കീഴിലുള്ള കുപ്പിവെള്ള പദ്ധതി അല്ലെങ്കിൽ ബ്രാൻഡാണ് ഹില്ലി അക്വ. 2024 ജനുവരിയിൽ പശ്ചിമഘട്ട മേഖലയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയ ചിത്രശലഭത്തിൻ്റെ പേരെന്താണ്? മേഘമല വെള്ളിവരയൻ. 2024 ജനുവരിയിൽ പശ്ചിമഘട്ട മേഖലയിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പുതിയ ചിത്രശലഭമാണ് മേഘമല വെള്ളിവരയൻ. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന 2024 സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്ന എവിടെയാണ്? തൃശ്ശൂരാണ്. കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന 2024 സാർവദേശീയ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് തൃശ്ശൂരാണ്. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? നിഗർ ഷാജി. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ നിഗർ ഷാജിയായിരുന്നു. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് 23 ഇന്ത്യയിൽ എന്ത് ദിനമായി ആചരിക്കാനാണ് തീരുമാനിച്ചത്? ദേശീയ ബഹിരാകാശ ദിനം. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23 അതെന്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്? ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. G20 2023 ഉച്ചകോടിയുടെ പ്രമേയം എന്തായിരുന്നു? വസുദൈവ കുടുംബകം. G20 2023 ഉച്ചകോടിയുടെ പ്രമേയം വസുദൈവ കുടുംബകം എന്നതാണ്. 2023 വേൾഡ് ഫുഡ് പ്രൈസ് ജേതാവ് ആരാണ്? ഹെയ്ഡി കോൺ. 2023 വേൾഡ് ഫുഡ് പ്രൈസ് ജേതാവ് ഹെയ്ഡി കോണാണ്. 2022 വേൾഡ് ഫുഡ് പ്രൈസ് ജേതാവ് ആരാണ്? സിന്ധ്യ റോസൻസ്വീഗ്. 2022 വേൾഡ് ഫുഡ് പ്രൈസ് ജേതാവ് സിന്ധ്യ റോസൻസ്വീഗ് ആണ്. 2023 72ാമത് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ വിജയിയായത് ആരാണ്? ഷെയ്നിസ് പാലാസിയോസ്. 2023 72ാമത് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ വിജയിയായത് ഷെയ്നിസ് പാലാസിയോസ് ആണ്. 2023 മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ആരാണ്? ശ്വേത ശാരദ. 2023 മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ശ്വേത ശാരദയാണ്. 2022 71ാമത് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ കിരീടം നേടിയ ആരാണ്? ആർ ബോണി ഗബ്രിയൽ. 2022 71ാമത് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ കിരീടം നേടിയത് ആർ ബോണി ഗബ്രിയലാണ്. 2022 മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച ആരാണ്? ദിവിത റായി ആണ്. 2022 മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് ദിവിത റായി ആണ്. 2021 70ാമത് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ കിരീടം നേടിയത് ആരാണ്? അതൊരു ഇന്ത്യക്കാരിയാണ്, ഹർനാസ് കൗർ സന്ധു. 2021 70ാമത് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ കിരീടം നേടിയത് ഇന്ത്യക്കാരിയായ ഹർനാസ് കൗർ സന്ധുവാണ്. മിസ് യൂണിവേഴ്സ് ആകുന്ന എത്രാമത്തെ ഇന്ത്യക്കാരിയാണ് ഹർനാസ് കൗർ സന്ധു? 3. മിസ് യൂണിവേഴ്സ് ആകുന്ന 3ാമത്തെ ഇന്ത്യക്കാരിയാണ് ഹർനാസ് കൗർ സന്ധു. മിസ് യൂണിവേഴ്സ് ആയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? സുസ്മിത സെൻ. 1994 സുസ്മിത സെൻ മിസ് യൂണിവേഴ്സ് ആകുന്നത്. അപ്പോൾ മിസ് യൂണിവേഴ്സ് ആയ ആദ്യ ഇന്ത്യക്കാരി സുസ്മിത സെൻ ആണ്. രണ്ടാമത്തെ ഇന്ത്യക്കാരി ലാറ ദത്തയാണ്. ലാറ ദത്ത 2000 മിസ് യൂണിവേഴ്സ് ആയത്. ബംഗ്ലാദേശിൽ തുടർച്ചയായി 4ാം തവണയും പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശിൽ തുടർച്ചയായി 4ാം തവണയും പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് ഹസീനയാണ്. 2024 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച സിനിമയായി തിരഞ്ഞെടുത്തത് ഏത് സിനിമയാണ്? ഓപ്പൺഹൈമർ. സിനിമയെ രണ്ടായിട്ട് തിരിച്ചാണ് സമ്മാനം ഇത് കൊടുക്കുന്നത്.
അതായത് ഡ്രാമ ഇനത്തിലും പിന്നെ മ്യൂസിക്കൽ കോമഡി ഇനത്തിലും അങ്ങനെ രണ്ടായിട്ട് തിരിച്ചാണ് പുരസ്കാരങ്ങൾ കൊടുക്കുന്നത്. അതിൽ ഡ്രാമ ഇനത്തിലാണ് ഓപ്പൺഹൈമർ മികച്ച സിനിമയായത്. 2024 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്ത ആരാണ്? ഈ ഓപ്പൺഹൈമർ എന്ന സിനിമയുടെ സംവിധായകനായ ക്രിസ്റ്റഫർ നോളനാണ് ഏറ്റവും മികച്ച സംവിധായകൻ. 2024 81ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുത്തത് ഓപ്പൺഹൈമർ എന്ന സിനിമയുടെ സംവിധായകനായ ക്രിസ്റ്റഫർ നോളനെയാണ്. ഗതാഗതത്തിനായി തുറന്നുകൊടുത്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽ പാലം ഏതാണ്? അടൽ സേതു. ഗതാഗതത്തിനായി തുറന്നുകൊടുത്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം അടൽ സേതുവാണ്. മുംബൈയിലെ ശിവഗിരി മുതൽ നവി മുംബൈയിലെ നാവസേവ വരെ 22 കിലോമീറ്ററാണ് ഈ കടൽപ്പാലത്തിൻ്റെ നീളം. ഇന്ത്യയിലെ ആദ്യ സോളാർ ബജറ്റ് ക്രൂയിസ് ബോട്ടായ ഇന്ദ്ര നീറ്റിലിറക്കിയത് ഏത് ജില്ലയിലാണ്? ആലപ്പുഴയിൽ. ഇന്ത്യയിലെ ആദ്യ സോളാർ ബജറ്റ് ക്രൂയിസ് ബോട്ടായ ഇന്ദ്ര നീറ്റിലിറക്കിയത് ആലപ്പുഴയിലാണ്. കൊല്ലത്ത് നടന്ന 62ാമത് സ്കൂൾ കലോത്സവത്തിൽ വിജയികളായത് കണ്ണൂരാണ്. കൊല്ലത്ത് വെച്ച് നടന്ന 62ാമത് സ്കൂൾ കലോത്സവത്തിൽ വിജയികളായത് കണ്ണൂരാണ്. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയുടെ പേരെന്താണ്? ഓപ്പറേഷൻ അമൃത്. ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടത്തുന്ന പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത്. ഇന്ത്യയിൽ ആദ്യമായി അന്തർവാഹിനി ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത്. ഇന്ത്യയിൽ ആദ്യമായി അന്തർവാഹിനി ടൂറിസം ആരംഭിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 ഹെയ്ലോ ബ്രഹ്മവതത്തിലെ ലക്ഷ്യസ്ഥാനത്തെത്തിയ ദിവസം ഏതാണ്? 2024 ജനുവരി 26. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 ഹെയ്ലോ ഭ്രമണപഥത്തിലെ ലക്ഷ്യസ്ഥാനത്തെത്തിയ ദിവസം 2024 ജനുവരി 6. കേന്ദ്ര സർക്കാർ രൂപീകരിച്ച 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായ സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? അരവിന്ദ് പനഗിരിയ. കേന്ദ്ര സർക്കാർ രൂപീകരിച്ച 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായ സാമ്പത്തിക വിദഗ്ധൻ അരവിന്ദ് പനഗിരിയാണ്. പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? വൃന്ദാവൻ. ഉത്തർപ്രദേശിലെ വൃന്ദാവനിലാണ് പെൺകുട്ടികൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ ആരംഭിച്ചത്. ഹരിവരാസന പുരസ്കാരം 2024 ലഭിച്ച ആർക്കാണ്? PK വീരമണിദാസൻ. ഹരിവരാസന പുരസ്കാരം 2024 ലഭിച്ചത് PK വീരമണിദാസനാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് ഇദ്ദേഹത്തിനാണ്. 2023 ഹരിവരാസന പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. 2023 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കും 2022 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആലപ്പി രംഗനാഥനാണ്. 2022 ലഭിച്ചത് ആലപ്പി രംഗനാഥനാണ്. 2021 ലഭിച്ചത് MR വീരമണി രാജുവിനാണ്. അപ്പോൾ 2021 ലഭിച്ച ആർക്കാണ്? MR വീരമണി രാജു. 2024 ലഭിച്ച ആർക്കാണ്? PK വീരമണിദാസൻ. ഇത് തമ്മിൽ തെറ്റിപ്പോകരുത്. രാജ്യാന്തര പ്രകാശ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മെയ് 16. രാജ്യാന്തര പ്രകാശ ദിനമായി ആചരിക്കുന്നത് മെയ് 16 നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? AN സംഷീർ. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ AN സംഷീറാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറുമാണ്. 2022 ധാക്ക രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? കൂഴങ്ങൾ. തമിഴ് ഭാഷയിലെ സിനിമയാണ് കൂഴങ്ങൾ. 2022 ധാക്ക രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ കൂഴങ്ങൾ എന്ന സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്. ഇതുകൂടാതെ 2022 ഓസ്കാറിലേക്കുള്ള തമിഴ് സിനിമകളുടെ കൂട്ടത്തിൽ നിന്നുള്ള ഓസ്കാർ എൻട്രി ഈ കൂഴങ്ങൾ എന്ന ചിത്രമായിരുന്നു. ഇന്ത്യയിലെ ആദ്യ ചെസ് ഹൗസ് ബോട്ട് ടൂറിസം പരിപാടിക്ക് തുടക്കം കുറിച്ച ജില്ല ഏതാണ്? ആലപ്പുഴ. ഇന്ത്യയിൽ ആദ്യ ചെസ് ഹൗസ് ബോട്ട് ടൂറിസം പരിപാടിക്ക് തുടക്കം കുറിച്ച ജില്ല ആലപ്പുഴയാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ ആദ്യ AI സിറ്റിയായി വികസിപ്പിക്കുന്ന നഗരം ഏതാണ്? ലക്നൗ. AI എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിറ്റിയായി വികസിപ്പിക്കുന്ന നഗരം ലക്നൗ ആണ്. ലക്നൗ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൻ്റെ തലസ്ഥാനമാണ് ലക്നൗ.
PSLVയുടെ 60ാമത് ദൗത്യമായ PSLV-C-58 വിക്ഷേപിച്ച ദിവസം ഏതാണ്? 2024 ജനുവരി 1. PSLVയുടെ 60ാമത് ദൗത്യമായ PSLV-C-58 വിക്ഷേപിച്ചത് 2024 ജനുവരി 1-നാണ്. സ്വാഭാവികമായ വനം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വനികരൻ പദ്ധതി ആരംഭിച്ച പഞ്ചായത്ത് ഏതാണ്? നൂൽപ്പുഴ. സ്വാഭാവികമായ വനം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വനികരൻ പദ്ധതി ആരംഭിച്ച പഞ്ചായത്ത് നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്താണ്. ഇതേത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. കാലാവസ്ഥാ ദുരന്തങ്ങൾ നേരിടുന്ന രാജ്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനായി G7 രാജ്യങ്ങൾ ആരംഭിച്ച പുതിയ സംരംഭത്തിൻ്റെ പേരെന്താണ്? ഗ്ലോബൽ ഷീൽഡ്. കാലാവസ്ഥാ ദുരന്തങ്ങൾ നേരിടുന്ന രാജ്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനായി G7 രാജ്യങ്ങൾ ആരംഭിച്ച പുതിയ സംരംഭമാണ് ഗ്ലോബൽ ഷീൽഡ്. മോപ്പ രാജ്യാന്തര വിമാനത്താവളം നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ്? ഗോവ. മോപ്പ രാജ്യാന്തര വിമാനത്താവളം നിലവിൽ വന്ന സംസ്ഥാനം ഗോവയാണ്. ഉപഗ്രഹ ആശയവിനിമയത്തിനായുള്ള സ്പെക്ട്രം ലേലം ചെയ്യുന്ന ആദ്യ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഉപഗ്രഹ ആശയവിനിമയത്തിനായുള്ള സ്പെക്ട്രം ലേലം ചെയ്യുന്ന ആദ്യ രാജ്യം ഇന്ത്യയാണ്. പ്രഥമ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിൻ്റെ വേദി എവിടെയായിരുന്നു? കണ്ണൂർ. പ്രഥമ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിൻ്റെ വേദി കണ്ണൂരാണ്. നബാർഡിൻ്റെ ചെയർമാനായി നിയമിതനായ മലയാളി ആരാണ്? KV ഷാജി. നബാർഡിൻ്റെ ചെയർമാനായി നിയമിതനായ മലയാളി KV ഷാജിയാണ്. സംസ്ഥാനത്തെ തെരുവ് വിളക്കുകൾ LED ആക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയുടെ പേരെന്താണ്? നിലാവ്. സംസ്ഥാനത്തെ തെരുവ് വിളക്കുകൾ LED ആക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് നിലാവ്. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മേഘമല വെള്ളിവരയൻ ഏത് ജീവിവർഗത്തിൽപ്പെടുന്നു? ചിത്രശലഭം. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മേഘമല വെള്ളിവരയൻ ചിത്രശലഭത്തിൻ്റെ ഇനത്തിൽപ്പെടുന്ന ജീവിയാണ്. അതിക്രമങ്ങൾ നേരിടാൻ സ്ത്രീകളെയും കുട്ടികളെയും വനിതാ പോലീസുകാരുടെ നേതൃത്വത്തിൽ പരിശീലിപ്പിക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? ജ്വാല. അതിക്രമങ്ങൾ നേരിടാൻ സ്ത്രീകളെയും കുട്ടികളെയും വനിതാ പോലീസുകാരുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് ജ്വാല. സർക്കാർ ജീവനക്കാർക്ക് പണിമുടക്കാൻ അവകാശമില്ലെന്നും പണിമുടക്കുന്നവർക്ക് ശമ്പളത്തിന് അർഹതയില്ലെന്നും വിധിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതി. സർക്കാർ ജീവനക്കാർക്ക് പണിമുടക്കാൻ അവകാശമില്ലെന്നും പണിമുടക്കുന്നവർക്ക് ശമ്പളത്തിന് അർഹതയില്ലെന്നും വിധിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തുന്ന പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? VS അച്യുതാനന്ദൻ. കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയുടെ പേരെന്താണ്? കർഷക തൊഴിലാളി. അപ്പോൾ ഈ കർഷക തൊഴിലാളി എന്ന മാസിക ഏർപ്പെടുത്തുന്ന പ്രഥമ കേരള പുരസ്കാരത്തിന് അർഹനായ വ്യക്തി VS അച്യുതാനന്ദനാണ്. 2023 ഒക്ടോബറിൽ സുവർണ ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ വനിതാ പോലീസ് സ്റ്റേഷൻ ഏതാണ്? കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ. 2023 ഒക്ടോബറിൽ സുവർണ ജൂബിലി ആഘോഷിച്ച കേരളത്തിലെ വനിതാ പോലീസ് സ്റ്റേഷനാണ് കോഴിക്കോട് വനിതാ പോലീസ് സ്റ്റേഷൻ. 2023 ഉത്തരവാദിത്ത ടൂറിസ ഗ്ലോബൽ അവാർഡ് കരസ്ഥമാക്കിയത് കേരള ടൂറിസമാണ്. 2023 ഉത്തരവാദിത്ത ടൂറിസം ഗ്ലോബൽ അവാർഡ് നേടിയത് കേരള ടൂറിസമാണ്. ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം നൽകുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ 2023 അവാർഡ് നേടിയ മലയാളി ആരാണ്? വിഷ്ണു ഗോപാൽ. ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം നൽകുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ഓഫ് ദി ഇയർ 2023 അവാർഡ് നേടിയ മലയാളി വിഷ്ണു ഗോപാലാണ്. 2023 മികച്ച പാർലമെൻറ്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാരം നേടിയതാരാണ്? ജോൺ ബ്രിട്ടാസ്. 2023 മികച്ച പാർലമെൻറ്റേറിയനുള്ള സൻസദ് രത്ന പുരസ്കാരം നേടിയത് ജോൺ ബ്രിട്ടാസാണ്. 2023 രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ച തമിഴ്നാട് സ്വദേശി ആരാണ്? ഡോക്ടർ രവി കണ്ണൻ. 2023 രമൺ മാഗ്സസെ പുരസ്കാരം ലഭിച്ച തമിഴ്നാട് സ്വദേശി ഡോക്ടർ രവി കണ്ണനാണ്. 2023 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ജോൺ ഫോസെ. നോർവേ സ്വദേശിയായ ജോൺ ഫോസയ്ക്കാണ് 2023 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. 2022 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആർക്കാണ്? ആനി എർനാക്സ്. ഫ്രാൻസുകാരിയായ ആനി എർനാക്സിനാണ് 2022 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. 2021
സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് അബ്ദുൾ റസാഖ് ഗുർണയ്ക്കാണ്. ടാൻസാനിയ സ്വദേശിയായ അബ്ദുൾ റസാഖ് ഗുർണയ്ക്കാണ് 2021 സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതെന്നാണ്. 2023 മെയ് 28. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചത് 2023 മെയ് 28-നാണ്. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ശില്പി ആരാണ്? ബിമൽ ഹസ്മുഖ് പട്ടേൽ. ഇന്ത്യയുടെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ശില്പി ബിമൽ ഹസ്മുഖ് പട്ടേലാണ്. ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1 മിഷൻ ഡയറക്ടർ ആരാണ്? SR ബിജു. ഇന്ത്യയിലെ ആദ്യ സൗര ദൗത്യമായ ആദിത്യ L1 മിഷൻ ഡയറക്ടർ SR ബിജു ആണ്. ഏഷ്യൻ ഗെയിംസ് 2022 സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയതാരാണ്? PR ശ്രീജേഷ്. ഹോക്കി താരമായ PR ശ്രീജേഷാണ് ഏഷ്യൻ ഗെയിംസ് 2022 സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത്. ജർമ്മൻ ബുക്ക് ട്രേഡിൻ്റെ 2023 സമാധാന പുരസ്കാരം ലഭിച്ച ആർക്കാണ്? സൽമാൻ റുഷ്ദി. ജർമ്മൻ ബുക്ക് ട്രേഡിൻ്റെ 2023 സമാധാന പുരസ്കാരം ലഭിച്ചത് സൽമാൻ റുഷ്ദിക്കാണ്. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദുബായ് ഗാല പുരസ്കാരം ലഭിച്ച മലയാളി ചലച്ചിത്രകാരൻ ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ദുബായ് ഗാല പുരസ്കാരം അടുത്ത കാലത്ത് ലഭിച്ച മലയാളി സംവിധായകൻ, സിനിമാ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണനാണ്. കമ്മിറ്റി ഫോർ പ്രൊട്ടക്റ്റ് ജേർണലിസ്റ്റിൻ്റെ 2023 അന്താരാഷ്ട്ര പ്രസ് ഫ്രീഡം പുരസ്കാരം നേടിയ മലയാളി ആരാണ്? KK ഷാഹിന. കമ്മിറ്റി ഫോർ പ്രൊട്ടക്റ്റ് ജേർണലിസ്റ്റിൻ്റെ 2023 അന്താരാഷ്ട്ര പ്രസ് ഫ്രീഡം പുരസ്കാരം നേടിയ മലയാളി KK ഷാഹിനയാണ്. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സുനിൽ ഞാളിയത്ത്. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തന പുരസ്കാരം ലഭിച്ചത് സുനിൽ ഞാളിയത്തിനാണ്. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ മലയാള സാഹിത്യകാരി ആരാണ്? M ലീലാവതി. 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ മലയാള സാഹിത്യകാരി M ലീലാവതിയാണ്. 2021 56ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? നിൽമണി ഫൂക്കൻ. 2021 56ാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് നിൽമണി ഫൂക്കനാണ്. 2022 57ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ദാമോദർ മൗസോയിനാണ്. 2022 57ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ദാമോദർ മൗസോ. മലയാള സാഹിത്യകാരൻ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 2019. മലയാള സാഹിത്യകാരൻ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം 2019 ആണ്. 2022 32ാമത് സരസ്വതി സമ്മാന ജേതാവ് ആരാണ്? ശിവശങ്കരി. 2022 32ാമത് സരസ്വതി സമ്മാന ജേതാവ് ശിവശങ്കരിയാണ്. 2023 പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരെല്ലാമാണ്? ഡോക്ടർ അലക്സാണ്ടർ മാളിയേക്കൽ ജോൺ, സിദ്ധാർത്ഥ ബാലചന്ദ്രൻ, രാജേഷ് സുബ്രഹ്മണ്യം. 2023 പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ച മലയാളികൾ ഡോക്ടർ അലക്സാണ്ടർ മാളിയേക്കൽ ജോൺ, സിദ്ധാർത്ഥ ബാലചന്ദ്രൻ, രാജേഷ് സുബ്രഹ്മണ്യം എന്നിവരാണ്. 2021 പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരെല്ലാമാണ്? പ്രിയങ്ക രാധാകൃഷ്ണൻ, ഡോക്ടർ മോഹൻ തോമസ് പകലോമറ്റം, KG ബാബുരാജൻ, ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് എന്നിവരാണ്. 2021 പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ച മലയാളികൾ പ്രിയങ്ക രാധാകൃഷ്ണൻ, ഡോക്ടർ മോഹൻ തോമസ് പകലോമറ്റം, KG ബാബുരാജൻ, ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് എന്നിവരാണ്. 2022 ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് ലഭിച്ച മലയാളി ആരാണ്? AT ബിജു. 2022 ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് ലഭിച്ച മലയാളി AT ബിജു ആണ്. ഇന്ത്യൻ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് ശാന്തി സ്വരൂപ് നഗർ അവാർഡാണ്. ഇന്ത്യൻ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡാണ്. 2023 നടന്ന മിസ് ഇന്ത്യ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരാണ്? ക്രിസ്റ്റീന ബിജു. 2023 നടന്ന മിസ് ഇന്ത്യ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ക്രിസ്റ്റീന ബിജു ആണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 സാഹിത്യ നിരൂപണത്തിനുള്ള പുരസ്കാരം നേടിയത് ആരാണ്?
എം തോമസ് മാത്യു. കൃതി ആശാൻ്റെ സീതായനം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 സാഹിത്യ നിരൂപണത്തിനുള്ള പുരസ്കാരം നേടിയത് എം തോമസ് മാത്യു ആണ്. കൃതി ആശാൻ്റെ സീതായനം. എം തോമസ് മാത്യുവിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ദന്തഗോപുരത്തിലേക്ക് വീണ്ടും, എൻ്റെ വാൽമീകം എവിടെ, സാഹിത്യ ദർശനം, മാരാർ ലാവണ്യ അനുഭവത്തിൻ്റെ യുക്തിശില്പം, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. എം തോമസ് മാത്യുവിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? ദന്തഗോപുരത്തിലേക്ക് വീണ്ടും, എൻ്റെ വാൽമീകം എവിടെ, സാഹിത്യ ദർശനം, മാരാർ ലാവണ്യ അനുഭവത്തിൻ്റെ യുക്തിശില്പം, മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. ഇവയാണ് എം തോമസ് മാത്യുവിൻ്റെ പ്രധാന കൃതികൾ. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 മലയാള ഭാഷയ്ക്കുള്ള വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ച ആർക്കാണ്? ചാത്തനാത്ത് അച്യുതനുണ്ണി. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2022 മലയാള ഭാഷയ്ക്കുള്ള വിവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ചാത്തനാത്ത് അച്യുതനുണ്ണിക്കാണ്. കൃതി വാമനാചാര്യൻ്റെ കാവ്യാലങ്കാര സൂത്രവൃത്തി എന്ന കൃതിക്കാണ് ചാത്തനാത്ത് അച്യുതനുണ്ണിക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. 2022 ചണ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ലോഗോ ഏതാണ്? ജൂട്ട് മാർക്ക് ഇന്ത്യ. 2022 ചണ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ലോഗോയാണ് ജൂട്ട് മാർക്ക് ഇന്ത്യ. 2022 ജൂലൈയിൽ റിലീസായ ISRO മുൻ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ്റെ ജീവിതകഥ പറയുന്ന സിനിമയുടെ പേരെന്താണ്? റോക്കട്രി ദി നമ്പി എഫക്റ്റ്. 2022 ജൂലൈയിൽ റിലീസായ ISRO മുൻ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ്റെ ജീവിതകഥ പറയുന്ന സിനിമ ഏതാണ്? റോക്കട്രി ദി നമ്പി എഫക്റ്റ് എന്ന സിനിമയാണ്. നമ്പി നാരായണൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? ഓർമ്മകളുടെ ഭ്രമണപഥം. ഓർമ്മകളുടെ ഭ്രമണപഥം എന്നത് നമ്പി നാരായണൻ്റെ ആത്മകഥയാണ്. കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആലപ്പുഴ സനാതന ധർമ്മ കോളേജിൻ്റെ പേരിൽ നാമകരണം ചെയ്ത സസ്യം ഏതാണ്? ഫിലാംഗസ് സനാതന ധർമ്മേ. കേരളത്തിൽ നിന്നും കണ്ടെത്തിയ ആലപ്പുഴ സനാതന ധർമ്മ കോളേജിൻ്റെ പേരിൽ നാമകരണം ചെയ്ത സസ്യം ഫിലാംഗസ് സനാതന ധർമ്മേ എന്ന സസ്യമാണ്. ദി ലോ ട്രസ്റ്റിൻ്റെ 2023 ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് ആർക്കാണ്? ഉമ്മൻചാണ്ടിക്ക്. ദി ലോ ട്രസ്റ്റിൻ്റെ 2023 ജസ്റ്റിസ് VR കൃഷ്ണയ്യർ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് ഉമ്മൻചാണ്ടിക്കാണ്. 2023 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജിനുള്ള കേന്ദ്ര ടൂറിസം വകുപ്പിൻ്റെ ഗോൾഡ് പുരസ്കാരത്തിന് അർഹമായത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ്. 2023 ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജിനുള്ള കേന്ദ്ര ടൂറിസം വകുപ്പിൻ്റെ ഗോൾഡ് പുരസ്കാരത്തിന് അർഹമായത് ഇടുക്കി ജില്ലയിലെ കാന്തല്ലൂരാണ്. കേരള ഹൈക്കോടതി ഉൾപ്പെടെയുള്ള നിയമസ്ഥാപനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനായി ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് എവിടെയാണ്? കളമശ്ശേരിയിൽ. കേരള ഹൈക്കോടതി ഉൾപ്പെടെയുള്ള നിയമസ്ഥാപനങ്ങൾ എല്ലാം തന്നെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനായി ജുഡീഷ്യൽ സിറ്റി കേരളത്തിൽ സ്ഥാപിക്കുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലാണ്. കേരളത്തിലെ ടൂറിസം മേഖലയെ സ്ത്രീ സൗഹൃദമാക്കാൻ ടൂറിസം വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ്റെ പേരെന്താണ്? ഷീ ടൂറിസം ആപ്പ്. കേരളത്തിലെ ടൂറിസം മേഖലയെ സ്ത്രീ സൗഹൃദമാക്കാൻ ടൂറിസം വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് ഷീ ടൂറിസം ആപ്പ്. ഇന്ത്യയിലെ ആദ്യ പൊതുമേഖലാ തേനീച്ച വളർത്തൽ ഉപകരണ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വന്നത് എവിടെയാണ്? ചേർത്തല. ഇന്ത്യയിലെ ആദ്യ പൊതുമേഖലാ തേനീച്ച വളർത്തൽ ഉപകരണ നിർമ്മാണ യൂണിറ്റ് നിലവിൽ വന്നത് ചേർത്തലയിലാണ്. കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂള് നിലവിൽ വന്നത് എവിടെയാണ്? ശാന്തിഗിരി വിദ്യാഭവൻ, പോത്തൻകോട്, തിരുവനന്തപുരം. തിരുവനന്തപുരം പോത്തൻകോടുള്ള ശാന്തിഗിരി വിദ്യാഭവനാണ് കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂള്. പ്രവാസികൾക്കായി ലോക കേരള കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ കണ്ണമംഗലം. പ്രവാസികൾക്കായി ലോക കേരള കേന്ദ്രം സ്ഥാപിതമാകുന്നത് ആലപ്പുഴയിലെ കണ്ണമംഗലത്താണ്. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയ ആപ്പിൻ്റെ പേരെന്താണ്? അതിഥി ആപ്പ്. അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയ ആപ്പാണ് അതിഥി ആപ്പ്. അസാപ് കേരളയുടെ കീഴിൽ കേരളത്തിലെ ആദ്യ അംഗീകൃത ഡ്രോൺ പൈലറ്റിംഗ് പരിശീലന കേന്ദ്രം ആരംഭിച്ചത് എവിടെയാണ്? കാസർഗോഡ്. അസാപ് കേരളയുടെ കീഴിൽ കേരളത്തിലെ ആദ്യ അംഗീകൃത ഡ്രോൺ പൈലറ്റിംഗ് പരിശീലന കേന്ദ്രം ആരംഭിച്ചത് കാസർഗോഡാണ്.
നിയമസഭാ രേഖകൾ സാമാജികർക്ക് ലഭ്യമാക്കുന്നതിനായി പുറത്തിറക്കിയ ആപ്പിൻ്റെ പേരെന്താണ്? ഈ നിയമസഭാ ആപ്പ്. നിയമസഭാ രേഖകൾ സാമാജികർക്ക് ലഭ്യമാക്കുന്നതിനായി പുറത്തിറക്കിയ ആപ്പാണ് ഈ നിയമസഭാ ആപ്പ്. സംസ്ഥാനത്തെ ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരെന്താണ്? ഓപ്പറേഷൻ മൂൺലൈറ്റ്. സംസ്ഥാനത്തെ ബിവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ മൂൺലൈറ്റ്. അമേരിക്കയിൽ നിന്നും ഇന്ത്യ വാങ്ങുന്ന ഡ്രോണുകളാണ് MQ-9B പ്രിഡേറ്റർ ഡ്രോൺ. അമേരിക്കയിൽ നിന്നും ഇന്ത്യ വാങ്ങുന്ന ഡ്രോണുകളാണ് MQ-9B പ്രിഡേറ്റർ ഡ്രോൺ. പൂർണ്ണമായും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന നാസ നിർമ്മിച്ച വിമാനം ഏതാണ്? X-57. പൂർണ്ണമായും വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന നാസ നിർമ്മിച്ച വിമാനമാണ് X-57. 2022 OV വിജയൻ സ്മാരക പുരസ്കാരം ജേതാക്കൾ ആരൊക്കെയാണ്? മികച്ച നോവൽ വിഭാഗത്തിൽ അവാർഡിന് അർഹനായത് PF മാത്യൂസ് ആണ്. കൃതി അടിയാളപ്രേതം. 2022 OV വിജയൻ സ്മാരക പുരസ്കാരത്തിൽ മികച്ച നോവൽ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് PF മാത്യൂസിനാണ്. കൃതി അടിയാളപ്രേതം. കഥാവിഭാഗത്തിൽ അവാർഡിന് അർഹനായത് VM ദേവദാസാണ്. കൃതി കാടിന് നടുക്കൊരു മരം. 2022 OV വിജയൻ സ്മാരക പുരസ്കാരത്തിൽ കഥാവിഭാഗത്തിൽ അവാർഡ് ലഭിച്ചത് VM ദേവദാസിനാണ്. കൃതി കാടിന് നടുക്കൊരു മരം. പൂനെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യൻ സിനിമാ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ ഏതാണ്? പ്രകാശം പരത്തുന്ന പെൺകുട്ടി. സംവിധാനം ജയരാജ്. പൂനെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇന്ത്യൻ സിനിമാ വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള സിനിമ ജയരാജ് സംവിധാനം ചെയ്ത പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന സിനിമയാണ്. 9ാമത് കലിംഗ സാഹിത്യോത്സവത്തിന് വേദിയാകുന്ന എവിടെയാണ്? ഒഡീഷയിലെ ഭുവനേശ്വർ. 9ാമത് കലിംഗ സാഹിത്യോത്സവത്തിന് വേദിയാകുന്നത് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ്. ഡൽഹി ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ജനങ്ങളുമായുള്ള ആശയവിനിമയം സുഗമമാക്കുന്നതിന് അവതരിപ്പിച്ച വാട്സാപ്പ് ചാറ്റ് ബോട്ടിൻ്റെ പേരെന്താണ്? ബാൽമിത്ര. ഡൽഹി ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ജനങ്ങളുമായുള്ള ആശയവിനിമയം സുഗമമാക്കുന്നതിനായി അവതരിപ്പിച്ച വാട്സാപ്പ് ചാറ്റ് ബോട്ടാണ് ബാൽമിത്ര. 2023 ഫെബ്രുവരി 2-ന് 2023-24 വർഷത്തെ കേരള ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ച ആരാണ്? KN ബാലഗോപാൽ. 2023 ഫെബ്രുവരി 2-ന് 2023-24 വർഷത്തെ കേരള ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിച്ചത് KN ബാലഗോപാലാണ്. എല്ലാവരുടെയും വീടുകളിലെത്തി കാഴ്ച പരിശോധിക്കാൻ കേരള സർക്കാർ 2021 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? നേർക്കാഴ്ച. എല്ലാവരുടെയും വീട്ടിലെത്തി കാഴ്ച പരിശോധിക്കാൻ കേരള സർക്കാർ 2023 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് നേർക്കാഴ്ച. ജനിക്കുന്ന ഓരോ കുഞ്ഞിൻ്റെ പേരിലും 100 വൃക്ഷത്തൈകൾ നടുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? സിക്കിം. ജനിക്കുന്ന ഓരോ കുഞ്ഞിൻ്റെ പേരിലും 100 വൃക്ഷത്തൈകൾ നടുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം സിക്കിമാണ്. ഇതിൻ്റെ മുദ്രാവാക്യം വൃക്ഷത്തൈ നടു, പാരമ്പര്യം സംരക്ഷിക്കൂ എന്നതാണ്. ഇന്ത്യയിൽ ആദ്യമായി മൾട്ടിപ്ലക്സ് നിലവിൽ വന്ന വിമാനത്താവളം ഏതാണ്? ചെന്നൈ വിമാനത്താവളം. ഇന്ത്യയിൽ ആദ്യമായി മൾട്ടിപ്ലക്സ് നിലവിൽ വന്ന വിമാനത്താവളം ചെന്നൈ വിമാനത്താവളമാണ്. 2023 പ്രൈം വോളിബോൾ ലീഗിൽ കളിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ടീമുകളുടെ എണ്ണം എത്രയാണ്? 2. 2021 പ്രൈം വോളിബോൾ ലീഗിൽ കളിക്കുന്ന കേരളത്തിൽ നിന്നുള്ള ടീമുകളുടെ എണ്ണം 2 ആണ്. അവ ഏതൊക്കെയാണ്? കൊച്ചി ബ്ലൂ ടസ്കേഴ്സും കാലിക്കറ്റ് ഹീറോസും. 2023 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ താരം ആരാണ്? ജോഗീന്ദർ ശർമ്മ. 2023 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജോഗീന്ദർ ശർമ്മയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.